വന്ദേ ഗുരുപരമ്പരാം. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇവിടെ ഇപ്പോൾ ഒരു ഉത്സവ പ്രതീതിയാണ് അല്ലെ ക്ഷേത്രത്തിൽ. ഉത്സവം എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ നമുക്കൊന്ന് ആദ്യം മനസ്സിലാക്കാം. ഉത്സവം എന്ന് പറഞ്ഞാൽ പൊതുവെ പറയുന്നത് സംഘടിച്ച് ചെയ്യുന്ന ഉപാസന എന്നാണ്. അപ്പൊ ഉപാസന എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഉപനയനം, ഉപാസന ഒക്കെ കേട്ടിട്ടുണ്ട്. ഉപാസന എന്നാൽ ഭഗവാന്റെ അടുത്തിരിക്കുക, ഈശ്വരന്റെ അടുത്തിരിക്കുക. വേറെ ആരുടെ അടുത്തിരുന്നാലും ഉപാസന എന്ന വാക്കിന് പൂർണ്ണമായിട്ടുള്ള അർത്ഥം വരില്ല. അതുകൊണ്ട് ഉത്സവം, എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് എന്നുള്ളതാണ്. അപ്പൊ ഉത്സവം എന്ന് പറഞ്ഞാൽ ചൈതന്യം മുകളിലേക്ക് ഒഴുകുന്നു. എങ്ങനെ മുകളിലേക്ക് ഒഴുകുക? ഇപ്പൊ ഒരു കുടത്തില് വെള്ളം ഉണ്ടെന്ന് വിചാരിക്കുക. അതിലേക്ക് നമ്മൾ വീണ്ടും വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നാൽ വെള്ളം മുകളിലേക്കാണ് ഉയരുക, അല്ലേ? അപ്പൊ അതുപോലെ തന്നെ ഈ ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു കുടമാണ്. നമ്മൾ നോക്കിയാൽ അറിയാം, അതില് വക്ക് കുറച്ച് ആ കുടത്തിന്റെ പോലെയാണ്. ശരിക്കു പറഞ്ഞാൽ അത് തന്നെയാണ് സങ്കല്പം. ആ ചൈതന്യം വഴിഞ്ഞൊഴുകുന്ന ആ ഒരു പ്രത്യേക സമയമാണ് ഈ ഉത്സവം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഉത്സവം എന്ന് പറയുന്ന വാക്ക് ഈശ്വരനുമായി ബന്ധപ്പെടുത്തി മാത്രമേ നമ്മൾ ഉപയോഗിക്കാവുള്ളൂ. പക്ഷെ നമ്മൾ ഇന്ന് പുസ്തകോത്സവം, അല്ലെ, ജലോത്സവം, ഇതെല്ലാം കേൾക്കുന്നുണ്ട്. ശരിക്കു പറഞ്ഞാൽ അത് ശരിയായ ഒരു പദപ്രയോഗമല്ല. താന്ത്രികമായി ഉപയോഗിക്കുന്ന ഒരു പദമാണ് ഈ ഉത്സവം എന്ന് പറയുന്നത്. സംഘടിച്ച് ചെയ്യുന്ന ഉപാസന. അത് തന്നെ ആചാര്യന്മാര് പറയുന്നു 2 തരത്തിലുണ്ട്. എങ്ങനെയുള്ളതാണ്? ഒന്ന്, വളരെ ആഘോഷപൂർവ്വം സന്തോഷത്തോടെ നമ്മൾ ക്ഷേത്രമൊക്കെ അലങ്കരിച്ച്, നമ്മളാണെങ്കിൽ നല്ല ഉടുത്തൊരുങ്ങിയൊക്കെ വന്ന് ഇവിടെ അന്നദാനമൊക്കെ നടത്തി അങ്ങനെ ചെയ്യുന്ന ഒരു ഉത്സവം. വളരെ ആഘോഷത്തോടുകൂടി നമ്മൾ പങ്കെടുക്കുന്നു. അതിനൊരു ഉദാഹരണമാണ് നവരാത്രി, വിഷു, ഇതെല്ലാം. ഇനിയോ വ്രതാനുഷ്ഠാനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഉത്സവമുണ്ട്. അപ്പൊ ഉത്സവത്തിന്റെ അർത്ഥം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. മുമ്പ് പറഞ്ഞല്ലോ, സംഘടിച്ച് ചെയ്യുന്ന ഉപാസന. ഇപ്പൊ നിങ്ങളെല്ലാം ഇവിടെ സംഘടിച്ചിരുന്ന് ഉപാസിക്കുകയാണ്, നമ്മൾ ഈശ്വരനെ പറ്റി ചിന്തിക്കുകയാണ്. അപ്പൊ വ്രതാനുഷ്ഠാനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ളതും ഉത്സവമാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞാല് ശിവരാത്രി, വൈകുണ്ഠ ഏകാദശി, ഇതെല്ലാം വ്രതങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. എന്നാൽ ഈ നവരാത്രിയിലോ? നവരാത്രിയിൽ വ്രതങ്ങൾക്കും പ്രാധാന്യമുണ്ട്. ചുരുക്കം പറഞ്ഞാൽ 2 കാറ്റഗറിയിലും പെടുന്നതാണ് ഈ നവരാത്രി എന്ന് പറയുന്നത്. മാത്രമല്ല, പുരാണങ്ങളില് ആചാര്യന്മാര് പറയുന്നു, ഏറ്റവും കുറഞ്ഞ പക്ഷം നമ്മൾ 5 വിശേഷ ദിനങ്ങൾ ആചരിക്കണം. അതിൽ ആദ്യത്തേതാണ് മിഥുന സംക്രമം, ശിവരാത്രി, വിഷു, ജന്മാഷ്ടമി, നവരാത്രി. ഒന്നുകൂടി പറയാം, മിഥുന സംക്രമം. സംക്രമം നമുക്ക് വളരെ വിശേഷപ്പെട്ടതാണല്ലോ. ശിവരാത്രി, വിഷു, ജന്മാഷ്ടമി, നവരാത്രി. ഇതില് നവരാത്രി ഒഴിച്ച് ബാക്കി 4ഉം ഓരോ ദിവസമേ ഉള്ളൂ. നവരാത്രിയോ 9 ഇരട്ടി ദിവസമാണ്. അപ്പോൾ തന്നെ ഇതിന്റെ പ്രാധാന്യം എത്രമാത്രമുണ്ട് എന്ന് നമുക്ക് ഊഹിക്കാം. അതുകൊണ്ടാണ് ഉത്സവങ്ങളുടെ മഹാറാണി എന്ന് ഈ നവരാത്രിയെ പറയുന്നത്. ഈ നവരാത്രി ഇനി നമ്മൾ പലതരത്തില് ആഘോഷിക്കാറുണ്ട്. നമ്മളുടെ ആചാര്യന്മാര് പലതലത്തിലുള്ള രീതിയിൽ ഇതിനെ പറഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് ഒന്ന് പറയുന്നത്, ആദ്യത്തെ 3 ദിവസം കാളി ദേവിയെയും, അടുത്ത 3 ദിവസം ലക്ഷ്മി ദേവിയെയും, അടുത്ത 3 ദിവസം സരസ്വതി ദേവിയെയും പൂജിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഈ ഓർഡർ മാറിപ്പോയാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ശരിക്കു പറഞ്ഞാൽ ഇതിന് പ്രത്യേകമായിട്ടുള്ള ഒരു തത്വമുണ്ട്. ആദ്യത്തെ 3 ദിവസം കാളി ദേവി എന്ന് പറഞ്ഞാൽ എന്താണ്? കാളി ദേവി നമ്മളിലെ തിന്മയെ ഇല്ലാതാക്കുന്നവളാണ്, അല്ലെ? അസുരന്മാരെ എല്ലാം കൊല്ലുകയൊക്കെ കാളിയുടെ രൗദ്രഭാവത്തിലാണ്. അപ്പൊ നമ്മളിലെ തിന്മയെ ഇല്ലാതെയാക്കുന്നു. നവരാത്രി തുടങ്ങുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? വ്രതമൊക്കെ എടുക്കും. വ്രതം എടുക്കുമ്പോൾ എന്താണ്? പലരോടും പലതും പറയണം തോന്നും. നമ്മൾ പറയും, ഞാൻ വ്രതത്തില, അതുകൊണ്ട് മാത്രം ഞാനിപ്പോ ഒന്നും പറയുന്നില്ല, ഇല്ലേ ഞാൻ കാണിച്ചു തരായിരുന്നു. നമ്മൾ പതുക്കെ സംയമന ഭാവത്തോട്ട് വരികയാണ്. പതുക്കെ നമ്മളുടെ മത്സ്യമാംസാദികളൊക്കെ ഒഴിവാക്കും. അപ്പൊ ആ താമസിക ഗുണത്തിൽ നിന്ന് പതുക്കെ ഒരു രാജസിക ഭാവത്തിലേക്കും അതിൽ നിന്ന് സാത്വിക ഭാവത്തിലേക്കും
നവരാത്രി ആയതുകൊണ്ട് കൂടുതൽ ജപിക്കാനും കീർത്തനങ്ങൾ ചൊല്ലാനും ക്ഷേത്രത്തിൽ പോകാനും എല്ലാം നമ്മളെ കുറച്ച് സാത്വികമായിട്ടുള്ള രീതിയിൽ ചിട്ടപ്പെടുത്താൻ തുടങ്ങും. ഇങ്ങനെ ചിട്ടപ്പെടുത്തുമ്പോൾ എന്താണ്, സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിലെ തിന്മ ഇല്ലാതെയാവും. അപ്പൊ അതിനൊരു 3 ദിവസം, ആ 3 ദിവസം കൊണ്ടാണ് നമുക്ക് പതുക്കെ ശീലങ്ങൾ മാറ്റാൻ വളരെ ബുദ്ധിമുട്ടല്ലേ. അപ്പൊ ആ 3 ദിവസം കൊണ്ട് നമ്മളിലെ തിന്മയെ ഒരു പരിധി വരെ നമ്മൾ ഇല്ലാതെയാക്കി. തിന്മ ഇല്ലാതെയായാൽ അവിടെ എന്ത് സംഭവിക്കും? നന്മ ഉടലെടുക്കും അല്ലേ? രണ്ടും കൂടെ ഒരേ സ്ഥലത്ത് എക്സിസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. തിന്മ ഇല്ലാതെയാകുമ്പോൾ നമ്മൾ മോശവാക്കുകൾ പറയുന്നതും എല്ലാം ഒഴിവാക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ സഭ്യമായ രീതിയിൽ പെരുമാറാൻ തുടങ്ങും. അതായത് അവിടെ നന്മ ഉടലെടുക്കുന്നു. ആ 3 ദിവസം നമ്മൾ നന്മ ശീലിക്കുന്ന ഒരു കാലഘട്ടമാണ്. അത് കഴിഞ്ഞോ പിന്നെയുള്ള 3 ദിവസം നമ്മൾ സരസ്വതി ദേവിയെ അല്ലെ പൂജിക്കുന്നത്. എന്തുകൊണ്ടാണ് കാളി ദേവിയെ പൂജിച്ചിട്ട് നേരെ സരസ്വതി ദേവിയെ പൂജിക്കാത്തത്? ഇവിടെ എന്താണെന്ന് വെച്ചാൽ നന്മയുള്ള മനസ്സിൽ മാത്രമേ അറിവുണ്ടാകാവുള്ളൂ. തിന്മ നിറഞ്ഞ മനസ്സിലേക്ക് ധാരാളം അറിവുകൾ ഉണ്ടായെങ്കിൽ അത് ലോകനാശത്തിന് കാരണമാണ്. നമുക്കറിയാം മനുഷ്യരാശിക്ക് ഹാനികരമായിട്ടുള്ള ധാരാളം ഇപ്പൊ മയക്കുമരുന്ന് പോലെയുള്ളവ യാതൊരു തരത്തിൽ വേറെ പ്രയോജനവും ഇല്ല. മനുഷ്യരാശിക്ക് ദോഷം മാത്രം ചെയ്യുന്ന ആയുധങ്ങളും അല്ലെങ്കിൽ മയക്കുമരുന്ന് പോലെയുള്ള വസ്തുക്കളും ചിലർ കണ്ടുപിടിച്ചിട്ടുണ്ട്. അവർക്ക് അറിവില്ല എന്ന് പറയാൻ പറ്റുമോ? നല്ല അറിവുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് അവർ കണ്ടുപിടിക്കുന്നത്? അല്ലെങ്കിൽ അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന എന്തുകൊണ്ടാണ്? അവരുടെ മനസ്സിൽ നല്ല തിന്മയുള്ളത് കൊണ്ടാണ്. അപ്പൊ തിന്മയുള്ളവർക്ക് അറിവ് കൂടുതൽ കൊടുത്താൽ എന്തായിരിക്കും? രാവണന്റെ കഥ അതല്ലേ? അറിവ് നന്നായിട്ടുണ്ട്, പക്ഷെ ചെയ്യുന്നത് മുഴുവൻ തിന്മയാണ്. അപ്പൊ ഇത്രമാത്രം അറിവുള്ളവന് തിന്മ കൂടുതലാണെങ്കിൽ ലോകനാശമാവും. അതുകൊണ്ട് നന്മയുള്ളവന് മാത്രമേ അറിവ് കൂടുതലായിട്ടുണ്ടാകാവൂ. അതുകൊണ്ട് നന്മയെ 3 ദിവസം നമ്മൾ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം നമ്മൾ സരസ്വതി ദേവിയെ പ്രാർത്ഥിക്കുന്നു. പണ്ട് തൊട്ടേ ഭാരതം എല്ലാ കാലത്തിലും പ്രാധാന്യം കൊടുത്തിരുന്നത് അറിവിനാണ്. ഈയിടെ ഏറ്റവും കൂടുതൽ ചർച്ച നടന്ന ഒരു വിഷയമാണ് ഭാരതം എന്നുള്ള പേര് ഇടണോ എന്നുള്ളത്. ഭാരതം എന്ന വാക്കിന് പല അർത്ഥങ്ങളുണ്ട്. ഒരു വാക്കിന് പല അർത്ഥങ്ങൾ വരാം. ഒന്ന്, ഭ എന്നാൽ ഭഗവാൻ, ഭഗവാനോട് രതിയുള്ള രാഷ്ട്രം, ഇഷ്ടമുള്ള, സ്നേഹമുള്ള, പ്രേമമുള്ള രാഷ്ട്രം. മറ്റൊന്ന് ഭ എന്നാൽ ഭാവം, രാ എന്നാൽ രാഗം, താ എന്നാൽ താളം, ഭാവരാഗ താള സമന്വയം ഭാരതം. ഇനി മറ്റൊന്ന് ശ്രീ ശങ്കരാചാര്യ പറഞ്ഞിരിക്കുന്ന നിർവചനം. ഭ എന്നാൽ പ്രകാശം, പ്രകാശത്തിൽ ജ്വലിക്കുന്ന രാഷ്ട്രം. പക്ഷെ അവിടെ ശങ്കരാചാര്യർ വീണ്ടും പറയുന്നു, ഈ പ്രകാശം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ തമസോമ ജ്യോതിർഗമയ അല്ലെ, മൃത്യുമ അമൃതം ഗമയ പറയും. ഏറ്റവും വലിയ പ്രകാശം എന്ന് പറയുന്നത് അറിവാണ് എന്ന് പറയുകയാണ്. ഇപ്പൊ ശങ്കരാചാര്യർ പറയുന്നു, അറിവിൽ ജ്വലിച്ചുകൊണ്ടിരുന്ന രാഷ്ട്രമാണ് അല്ലെങ്കിൽ ജ്വലിക്കുന്ന രാഷ്ട്രമാണ് ഭാരതം. ധാരാളം ഇതിനെപ്പറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ധാരാളം വിദ്യാർത്ഥികൾ ഭാരതത്തിൽ വിദ്യാഭ്യാസത്തിനായി വരുമായിരുന്നു. അത് ഭാരതത്തിന്റെ സംസ്കാരം പഠിക്കാൻ മാത്രമല്ല, ഏത് തരത്തിലുള്ള അറിവുകൾ പഠിക്കാനും അന്ന് വിദ്യാർത്ഥികൾ ഭാരതത്തിലാണ് വന്നുകൊണ്ടിരുന്നത്. പിന്നീട് നളന്ദ, തക്ഷശില പോലെയുള്ള സർവകലാശാലകളെല്ലാം വരാൻ തുടങ്ങി. ഈ സമയത്തും ധാരാളം വിദ്യാർത്ഥികൾ ഇവിടെ വരാൻ തുടങ്ങി. പക്ഷേ ഭാരതം എന്ന പേര് വന്നത് മറ്റൊരു കാര്യം കൊണ്ടാന്ന് പറയും. ഭാഗവതത്തിൽ നമ്മൾ ജഡഭരതന്റെ കഥ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ദുഷ്യന്തന്റെയും ശകുന്തളയുടെയും പുത്രൻ ഭരതൻ ഭരിച്ചതുകൊണ്ടാണ് എന്ന് പറയും. ഇതെല്ലാം ശരി തന്നെ. പക്ഷെ ഇതിനു മുമ്പും ഭാരതം എന്നുള്ള പേരുണ്ടായിരുന്നു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ സരസ്വതി ദേവിയുടെ മറ്റൊരു പേരാണ് ഭാരതി. അന്നും നമ്മളുടെ രാഷ്ട്രം അറിവിൽ ഏറ്റവും മുന്നിൽ നിന്നിരുന്നത് കൊണ്ട്, ആ ഭാരതി ആയിരുന്നത് കൊണ്ട് ഭാരതം എന്നുള്ള പേര് വന്നു. അപ്പൊ നവരാത്രിയിലും നമ്മളോട് പറയുന്നു, നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടം എന്നുള്ളത് പറയുന്നത് എന്തായിരിക്കണം? അറിവായിരിക്കണം. അറിവ് നമുക്കുണ്ടെങ്കിൽ, നമ്മുടെ അടിത്തറ ഉറച്ചതാണെങ്കിൽ ആർക്കെങ്കിലും നമ്മളെ എന്തെങ്കിലും വഴിതെറ്റിക്കാൻ പറ്റുമോ? ഒരിക്കലും സാധിക്കില്ല. അപ്പോൾ അറിവുണ്ടെങ്കിൽ നമുക്കെല്ലാം ലഭിച്ചു. ശരിക്കു പറഞ്ഞാൽ അതിൽ പിന്നെ പ്രാക്ടീസ് ചെയ്താൽ മതി.
ഇതാണ് നവരാത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാധാന്യം. ഇനി നവരാത്രിക്ക് നമ്മൾ ദുർഗാപൂജ ചെയ്യാറുണ്ട് അല്ലെ, പറയാറുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? ദുർഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുർഗമാസുരൻ എന്നുള്ള ഒരു അസുരനെ ദേവി വധിച്ചതോടുകൂടിയാണ് ദുർഗ എന്നുള്ള പേര് ലഭിച്ചത്. അപ്പൊ ഈ ദുർഗമാസുരനെ വധിക്കുന്ന ദേവിക്ക് എത്ര കൈകളുണ്ട്? ആ കൈകളിലൊക്കെ എന്താണ്? മുഴുവൻ വെട്ടിത്തിളങ്ങുന്ന ആയുധങ്ങളാണ് അല്ലെ. നമ്മളുടെ ദേവന്മാരെ എല്ലാം നോക്കിയാൽ എങ്ങനെയാണ്? കയ്യില് നല്ല താമരയുണ്ട്, ശംഖുണ്ട്, വളരെ നമുക്ക് മനസ്സിന് സന്തോഷം തരുന്ന വസ്തുക്കളും ഉണ്ട്, വെട്ടിത്തിളങ്ങുന്ന ആയുധങ്ങളുമുണ്ട്. ഇതെന്താണ് ശരിക്ക് ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മൾ സാധാരണ പറയില്ലേ, നമ്മളെ ഇങ്ങോട്ട് ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നാൽ എന്ത് പറയും? കടിച്ചില്ലെങ്കിലും ചീറ്റുവാണെങ്കിലും ചെയ്യണമെന്ന് പറയും. അതായത് ഒരു കവിളിന് തടി കൊണ്ടാൽ മറു കവിളും കാണിച്ചു കൊടുക്കുന്നതല്ല നമ്മളുടെ ധർമ്മം. ഒരു കവിള് കാണിച്ചു കൊടുത്തിട്ടു അടി കിട്ടി, മറ്റേ കവിളും കാണിച്ചു കൊടുത്ത് അടി കിട്ടിയാൽ നമുക്ക് അടി കിട്ടിക്കൊണ്ടിരിക്കും. അടുത്ത അടി കൊള്ളാൻ വേണ്ടിയിട്ട് അവന്റെ കൈ പൊങ്ങരുത്. ഇതാണ് ശക്തി സ്വരൂപിണി നമുക്ക് കാണിച്ചു തരുന്നത്. പഞ്ചപാണ്ഡവന്മാരോട് ശ്രീകൃഷ്ണൻ ഇതാണ് പറഞ്ഞത്. നിങ്ങൾ അവര് പറയുന്ന എല്ലാം കേട്ട് കേട്ടിരുന്നാൽ, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ തലേ കയറി നിരങ്ങും. അതൊരിക്കലും ചെയ്യാൻ ഇടപെടരുത്. പക്ഷെ എന്ത് ചെയ്യണം? നമ്മളായിട്ട് അങ്ങോട്ട് പോയി ആരെയും ആക്രമിക്കണ്ട. ഈ നവരാത്രി എന്ന് പറയുന്നത് ശക്തി സ്വരൂപിണി കാലഘട്ടമായിട്ടല്ലേ പറയുന്നത്? ശരിക്കു പറഞ്ഞാൽ ദക്ഷിണായന കാലമാണ്. ദക്ഷിണായന കാലം എന്ന് പറഞ്ഞാൽ ശക്തി സ്വരൂപിക്കുന്ന സമയമാണ്. ദക്ഷിണായനത്തിൽ എന്താണ് സാധാരണ നമ്മൾ പറയുന്നത്? ദേവന്മാരെല്ലാം ഉറക്കമാണ്. നമ്മൾ ശക്തി സംഭരിക്കുന്ന എപ്പോഴാണ്? ഒന്ന് ഉറക്കത്തിലൂടെ അല്ലെ. ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ നല്ല ഹൈ വോൾട്ടേജ് ആണ്, നല്ല ചാർജാണ്. പിന്നെ ആഹാരം കഴിക്കുന്നതിലൂടെ. പക്ഷെ ഒരു പരിധിയിൽ കൂടുതൽ ആഹാരം കഴിച്ചാൽ നമ്മളിങ്ങനെ പാമ്പെര വിഴുങ്ങിയതുപോലെയൊക്കെ ഇരിക്കും. പിന്നെ അത് ദഹിച്ച് എല്ലാം കഴിയുമ്പോഴേ അതിൽ നിന്ന് എനർജി ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ സമയത്ത് ദേവന്മാർ ഉറങ്ങുന്ന സമയം ശക്തി സംഭരിക്കേണ്ട കാലഘട്ടമാണ് എന്നാണ് ആചാര്യന്മാര് പറയുന്നത്. ഈ ശക്തി സംഭരിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തിന്മയെ ഇല്ലാതാക്കാനുള്ള കരുത്ത് വരും. ആ തിന്മയെ നമുക്ക് പലതരത്തിൽ ഇല്ലാതെയാക്കാം. ഇപ്പൊ ഞാൻ ശ്രമിക്കുന്നതും അത് തന്നെയാണ്. വാക്കുകളിലൂടെ മനസ്സിലുള്ള തിന്മയെയും തെറ്റിദ്ധാരണകളെയും ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് അല്ലെ. നമുക്ക് പല രീതിയിൽ ഇത് ചെയ്യാൻ പറ്റും. ഇത് തന്നെയാണ് ദസറ എന്ന പേരിലും പറയുന്നത്. ഉത്തരേന്ത്യയിലേക്ക് പോയാൽ ദസറ എന്നല്ലേ പറയുന്നത്. ദസറ എന്ന് പറഞ്ഞാൽ ദശഹര, 10 പേരെ ഹനിച്ചവൾ എന്നാണ് അർത്ഥം. നമുക്കറിയാം ചണ്ടമുണ്ടന്മാരെയും രക്തബീജൻ, ധൂമ്ര, ഇങ്ങനെ കുറെ പേരെ വധിച്ചില്ലേ. 9 രാക്ഷസന്മാരെ വധിച്ചു. പ്ലസ് ഒരാളുണ്ട്. അതാരാണ്? നമ്മുടെ ഉള്ളിലെ അജ്ഞാനം. അതിനെയും കൂടെ ഇല്ലാതാക്കുന്നവളാണ് ദേവി. അതിന്റെ ഒരു സിംബോളിക് ആയിട്ടാണ് നമ്മൾ രാവണന്റെ കോലമൊക്കെ കത്തിക്കുന്നത്. കാരണം തിന്മയുടെ മൂർത്തിമത് ഭാവമാണല്ലോ. അതുകൊണ്ട് നമ്മൾ രാവണന്റെ കോലമൊക്കെ കത്തിക്കുന്നു. ഇനി നവരാത്രിക്ക് വീണ്ടും പ്രാധാന്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളുടെ കാലാവസ്ഥയുമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. പക്ഷെ നമ്മുടെ ഒരു ചെറിയ ഒരു പ്രശ്നം, നമ്മളുടെ എല്ലാ ആചാരങ്ങളും നമ്മളുടെ ദേവന്മാരുമായി ബന്ധപ്പെട്ടതല്ല, മുഴുവൻ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ള രീതിയിൽ വളച്ചൊടിക്കാനുള്ള ഒരു ശ്രമം പലപ്പോഴും നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഓണം. ഓണം പറയുന്നത് എന്താ? വിളവെടുപ്പിന്റെ കാലമാണ്. അങ്ങനെയാണെങ്കിൽ വിളവെടുപ്പിന്റെ കാലം എന്ന് പറഞ്ഞാൽ ഒരു പീരീഡ് ഇരിക്കാമല്ലോ, ഒരു 5 ദിവസം 10 ദിവസമൊക്കെ ഇരിക്കാമല്ലോ. കൃത്യം തിരുവോണത്തിന് തന്നെ വിളവെടുക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? തിരുവോണം വിളവെടുപ്പുമായിട്ടൊന്നും ബന്ധപ്പെട്ടതല്ല, വാമനമൂർത്തിയുടെ അവതാര ദിനം തന്നെ. എന്നാൽ നവരാത്രിക്ക് നമ്മളുടെ കാലാവസ്ഥയുമായി കാലവുമായി ബന്ധമുണ്ട്. പൊതുവെ 4 നവരാത്രിയാണ് ഉള്ളത്. കുറെ പേർക്കാണെങ്കിലും അറിയാമെന്ന് വിചാരിക്കുന്നു. ഒരു വർഷത്തിൽ 4 നവരാത്രി. ആദ്യ നവരാത്രി എന്ന് പറയുന്നത് ചൈത്ര നവരാത്രി, ചൈത്ര മാസത്തില്. ഹിന്ദു കലണ്ടർ, പഴയ ട്രഡീഷണൽ ആയിട്ടുള്ള ഹിന്ദു കലണ്ടർ എല്ലാം തുടങ്ങുന്നത് ചൈത്ര മാസത്തിലാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യുന്നത്, നമ്മളുടെ ന്യൂ ഇയർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ ചൈത്ര മാസമാണ്. പക്ഷെ നമ്മൾ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യുന്നത് വെച്ച് നോക്കിയാൽ ഒരു സീസണിന്റെ തുടക്കമൊന്നുമില്ല, ഒരു വിന്ററിന്റെ മിഡിലൊക്കെ ആയിട്ട് വരും. യാതൊരു അർത്ഥവും ഇല്ലാത്ത ഒരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ കലണ്ടർ അനുസരിച്ച് ചൈത്ര മാസത്തിലാണ് നവരാത്രി തുടങ്ങുന്നത്. അതായത് നമ്മളുടെ ഒരു വർഷം തുടങ്ങുന്നത് തന്നെ നവരാത്രി ആഘോഷിച്ചുകൊണ്ടാണ്.
ശരിക്കും പറഞ്ഞാൽ അത് നല്ല വസന്തകാലമാണ്, സ്പ്രിങ്. എല്ലാം നല്ല പൊട്ടിമുളയ്ക്കുന്ന, പുതിയ ജീവൻ എടുക്കുന്ന, പുതിയ ജീവനുകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പുതിയതിന്റെ ഒരു കാലഘട്ടം. അതാണ് എല്ലാത്തിന്റെ ഒരു തുടക്കം എന്ന് പറയും. അത് കഴിഞ്ഞ് വരുന്നത് ആഷാഢ നവരാത്രി. ഏകദേശം ഒരു മൺസൂൺ കാലമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തായിട്ടാണ് എല്ലാം. ആ ഒരു സീസൺ കഴിഞ്ഞ്, 4 സീസൺ ആണല്ലോ പ്രധാനമായിട്ട് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ആഷാഢ മാസം എന്ന് പറയുമ്പോൾ ഏകദേശം അത് കഴിഞ്ഞ് തുടങ്ങുന്നത്. പിന്നെയുള്ളത് നമ്മളുടെ ഇപ്പോഴത്തെ നവരാത്രി, ഒക്ടോബർ നവംബർ മാസത്തില് ശരത് നവരാത്രി എന്ന് പറയും, ശരത് കാലം. ഇപ്പൊ കഴിഞ്ഞത് മൺസൂൺ കാലഘട്ടത്തിന്റെ തുടക്കമാണെങ്കിൽ അതെല്ലാം കഴിഞ്ഞിട്ടുള്ള ഒരു സമയമാണ്. ഇപ്പൊ വലിയ മഴക്കാലം എന്ന് നമുക്ക് പറയാനും പറ്റില്ല, അല്ലെ? ശരത് കാലമാണ്, കുറച്ച് പ്ലസന്റ് ആയിട്ടുള്ള ഒരു കാലഘട്ടം. ഇതാണ് 3ാമത്തെ നവരാത്രി. 4ാമത്തേതാണ് മാഘ നവരാത്രി. അതും ഇതുപോലെ തന്നെ അടുത്ത ഒരു സീസൺ, ശൈത്യകാലം ഒക്കെ തുടങ്ങുന്നതിന്റെ. ഇന്നത്തെ കാലാവസ്ഥയായിട്ട് നമുക്ക് അത്ര പറയാൻ പറ്റില്ല, കാരണം കുറേയൊക്കെ ക്ലൈമാറ്റിക് കണ്ടീഷൻസിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. എന്തിനാണ് ആചാര്യന്മാർ ഈ 4 സമയത്ത് നവരാത്രി വെച്ചിട്ട് നമ്മളോട് വ്രതം ആചരിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ഇപ്പൊ എല്ലാവരും വ്രതം ആചരിക്കണം എന്നല്ല, പക്ഷേ ആചരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കണം. സാധാരണ ഈ സമയത്ത് വ്രതം അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്? ആഹാര കാര്യത്തിലല്ലേ നിഷ്കർഷ വെക്കുക വ്രതം എന്ന് പറഞ്ഞാൽ, അല്ലേ? അതായത് ഈ സമയമാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എന്താണ് കഴിക്കുന്നത്, അല്ലെ? എന്തൊക്കെയാണ് മുന്നിൽ വെച്ചിരിക്കുന്നത്, എന്താണ് കഴിക്കുന്നത്, ഇതെങ്ങോട്ട് പോകുന്നു, എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള കാര്യത്തിൽ കുറച്ച് ശ്രദ്ധിക്കാൻ തുടങ്ങും. അത്രയും കാലം നമുക്ക് ശ്രദ്ധയൊന്നുമില്ല, എന്തുണ്ടാക്കി കിട്ടിയാലും അല്ലെങ്കിൽ നമുക്ക് തോന്നുന്ന എല്ലാം ഉണ്ടാക്കി കഴിക്കും. ഈ സമയത്ത് ആഹാര കാര്യങ്ങളിൽ ശ്രദ്ധ വയ്ക്കും, അകത്തോട്ട് എന്താണ് പോകുന്നതെന്ന് ശ്രദ്ധിക്കും. അതിന് കാരണം ആചാര്യന്മാര് പറയുന്നു, സീസണൽ ചേഞ്ച് വരുമ്പോൾ എല്ലാവർക്കും എന്തെങ്കിലും അസുഖം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഇപ്പം ഒരു 4 മണിക്കൂർ അല്ലെ 10 മണിക്കൂർ എ സിയിൽ ഇരുന്നിട്ട്, നല്ല എ സിയിൽ ഇരുന്നിട്ട് ഒരു 16-18 ഇട്ടിട്ട് പെട്ടെന്ന് പിന്നെ കൊടും ചൂടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, അല്ലെ? പലർക്കും പല പ്രശ്നങ്ങളുണ്ടാവും. ഇതുപോലെ തന്നെ ക്ലൈമാറ്റിക് ചേഞ്ച് വരുമ്പോൾ ടെമ്പറേച്ചർ ഡിഫറൻസ് വരും. ഇത് ആ കാലഘട്ടത്തിൽ നിരീക്ഷിച്ചപ്പോൾ ധാരാളം പേർക്ക് അസുഖങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. ആ സമയത്ത് നമ്മൾ കുറച്ച് നമ്മുടെ ആഹാര കാര്യങ്ങളിലും എല്ലാം ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ നമ്മളുടെ ആരോഗ്യത്തിന് തന്നെ നല്ലതാണ് എന്നുള്ളത് കൊണ്ടാണ് ആചാര്യന്മാർ ഇതുപോലെയുള്ള ചിട്ടകൾ നമുക്കായിട്ട് നിഷ്കർഷിച്ചത്. അപ്പോൾ ഒന്ന് ആലോചിക്കുക, ഏതൊരു ആചാര പദ്ധതിയും നമ്മളുടെ നല്ലതിനാണ്. നമ്മളുടെ ആധ്യാത്മികമായിട്ടും എന്തൊക്കെ ഉണ്ടെങ്കിലും നല്ല ആരോഗ്യമുണ്ട്, മനസ്സിന് സമാധാനം ഇല്ലെങ്കിലോ? അപ്പോ മനസ്സമാധാനത്തിനും ആധ്യാത്മികമായിട്ടുള്ള ഉന്നതിക്കും അതോടൊപ്പം തന്നെ ഭഗവാൻ പറയുന്നില്ലേ, ശരീരം രഥമേവച. നമ്മളുടെ ഭഗവത്ഗീതയിൽ പറയുന്നു നമ്മുടെ ശരീരം രഥമാണ്. അപ്പൊ ആ രഥത്തിനുള്ളിൽ ഭഗവാനാണ്. അപ്പൊ ഭഗവാനാണ് ഉള്ളിൽ ഇരിക്കുന്നതെന്ന് ആലോചിച്ചിട്ട് വേണം നമ്മൾ ഈ എല്ലാം എടുത്തിട്ട് അകത്തിട്ട് ഇടുന്ന സാധനം ഭഗവാൻ ഇഷ്ടപ്പെടുന്ന സാധനങ്ങളാണോ എന്ന് ആലോചിക്കണം. ഇനി അതല്ല എങ്കിൽ കുഴപ്പമില്ല, ഭഗവാൻ ഇരിക്കത്തില്ല, അത്ര മാത്രമേ ഉള്ളൂ. ഇത് രണ്ടും കൂടെ ചേർന്ന് പോകില്ല. ഇതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മളിൽ ഉണ്ടാവും. അതുകൊണ്ട് നമ്മുടെ ഓരോ ആചരണ പദ്ധതിക്കും പിന്നിൽ വളരെയധികം ആചാര്യന്മാർ നമ്മളുടെ ശാരീരികമായും മാനസികമായിട്ടുള്ള ഉന്നതി കാണുന്നുണ്ട്. ഇനി ക്ഷേത്രത്തിലെ നവരാത്രിയെ പറ്റി ഏകദേശം പറഞ്ഞു കഴിഞ്ഞു, പറയാൻ ധാരാളം നമുക്ക് ഇനിയും പറയാം. ഇനി അങ്ങനെയാണെങ്കിൽ ക്ഷേത്രത്തിലെ ഉത്സവം എന്താണ്? ശരിക്കും നമ്മൾ കൊടി കയറിയുള്ള ഉത്സവം പറയില്ലേ? അപ്പൊ അത് മുഴുവൻ നമുക്ക് പറയാൻ സമയമില്ല, കുറച്ച് കാര്യങ്ങൾ മാത്രം ഉത്സവമായിട്ട് ബന്ധപ്പെട്ടതൊന്ന് പറയാമെന്ന് വിചാരിക്കുകയാണ്. സാധാരണ ക്ഷേത്രത്തിൽ ആദ്യമായിട്ട് പ്രതിഷ്ഠ നടക്കുന്ന സമയത്താണ് ഇനി ഉത്സവം ഏത് കാലം വേണമെന്ന് തീരുമാനിക്കുന്നത്. ഒരു ഏകദേശം ഒരു 8 ദിവസം തൊട്ട് 10 ദിവസം വരെയുള്ള ദിവസങ്ങളാണ്. പ്രതിഷ്ഠ കഴിഞ്ഞ് 4ാമത്തെ കലശം കഴിഞ്ഞ് പിന്നീടാണ് വരുന്ന കാലഘട്ടങ്ങളിലാണ് ഉത്സവം ആഘോഷിക്കുന്നത്. അപ്പൊ ഒരു 8 ദിവസമോ 10 ദിവസമോ ഉത്തരായന കാലത്തില് നമുക്ക് ഈ ഉത്സവം ആഘോഷിക്കാം. അപ്പൊ ഉത്സവത്തിന്റെ ആരംഭമായിട്ട് എന്താണ് ആദ്യം ചെയ്യുക? കൊടി കയറും, അല്ലെ? അത് അഗ്നിവർണ്ണമായിരിക്കണം എന്ന് പറയും. അഗ്നി കാവി ആ ഒരു നിറയില്ലേ, അഗ്നിയുടെ നിറമായിരിക്കണം. ഈ കൊടിമരത്തിൽ സാധാരണ കൊടിക്കൂറയിൽ എന്താ കാണുന്നത്? വാഹനത്തിന്റെ പടവല്ലേ സാധാരണ കാണുന്നത്. അതായത് ദേവചൈതന്യത്തെ ഈ വാഹനവുമായിട്ട് ബന്ധപ്പെടുത്തുകയാണ്.
കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ക്ഷേത്രം എന്ന് പറയുന്നത് ഇപ്പൊ ബ്രഹ്മാണ്ടത്തിന്റെ ഒരു റെപ്ലിക്ക, മിനിയേച്ചർ പതിപ്പാണ് നമ്മുടെ ശരീരം. നമ്മുടെ ശരീരത്തിന്റെ ഒരു പതിപ്പാണ് ക്ഷേത്രം. അപ്പൊ ഈ കൊടിമരം എന്ന് പറയുന്നത് നട്ടെല്ലാണ്, ഓരോ പറയും അതിന്റെ കശേരുക്കളാണ്, അല്ലെ? അപ്പൊ ശുഭമുഹൂർത്തത്തിൽ ഒരു ആരംഭത്തിനെ കുറിക്കുന്നു, ആ ദൈവ ചൈതന്യത്തിനെ വാഹനവുമായിട്ട് ബന്ധപ്പെടുത്തുന്നുണ്ട്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ആ കൊടിക്കൂറ അല്ലെങ്കിൽ ഒരു ആരംഭം കുറിച്ചു എന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ ഉത്സവത്തിന് പ്രത്യേക പൂജകളും എല്ലാം വിശേഷാലായിട്ടാണ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ട് ചെയ്യുന്നു? 2 കാര്യങ്ങൾക്കാണ്. ഒന്ന്, ഭഗവത് ചൈതന്യത്തെ വർദ്ധിപ്പിക്കാനായി. അപ്പൊ നമ്മൾ ചോദിക്കും, ഭഗവാന് ചൈതന്യം കുറയുവോ കൂടുവോ? തീർച്ചയായിട്ടും ഈശ്വരൻ ഒന്നേ ഉള്ളൂ, ദേവന്മാർ അനേകമുണ്ട്. നമ്മൾ തന്നെയാണ് ഭഗവാന് ചൈതന്യം കൊടുക്കുന്നത്. ഈ ആചാര്യന്മാര്, മേൽശാന്തിമാര് മന്ത്രം ജപിച്ച് ജപിച്ച് ചൈതന്യവർദ്ധനവ് ഉണ്ടാവുകയാണ്. അതിന്റെ ഒരു ശാസ്ത്രീയമായിട്ടുള്ള വശമുണ്ട്, അത് ഇത് കഴിഞ്ഞിട്ട് പറയാം. അപ്പൊ ഇവിടെ ശരിക്കു പറഞ്ഞാല് നമ്മള് ശ്രീഭൂത ബലിയൊക്കെ ചെയ്യില്ലേ, ഉത്സവ ബലിയൊക്കെ, അതായത് എന്നും ചെയ്യുന്ന ശിവേലിയുടെ വിശദമായിട്ടുള്ള ഒരു പതിപ്പാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും വളരെ ശുദ്ധമായിട്ട് ഭഗവത് ചൈതന്യം, ആരെങ്കിലും ക്ഷേത്ര ജീവനക്കാർ, തന്ത്രി, മേൽശാന്തി, ഭക്തജനങ്ങളുടെയൊക്കെ പെരുമാറ്റം കൊണ്ട് ചൈതന്യ ലോപം വന്നിട്ടുണ്ടെങ്കിൽ അതിനെ വർദ്ധിപ്പിക്കുന്നതിനുള്ള ചടങ്ങാണ് ഇത് മുഴുവൻ. അതുകൊണ്ട് തന്നെ ക്ഷേത്ര കലകൾ മാത്രമേ ക്ഷേത്രത്തിൽ ഉത്സവ സമയത്ത് എന്ന് മാത്രമല്ല എപ്പോഴാണെങ്കിലും അവതരിപ്പിക്കാവൂ. ഇതെല്ലാം കഴിഞ്ഞ് ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് പള്ളിവേട്ടയെ പറ്റിയാണ്. പള്ളിവേട്ട, പിന്നെന്താ പള്ളിക്കൂറുപ്പ്, അത് കഴിഞ്ഞ് ആറാട്ട്, തിരിച്ചു വരുന്നത്, ഇതിന്റെയൊക്കെ പ്രാധാന്യം എന്താണ്? ഈ പള്ളിവേട്ട എന്ന് പറഞ്ഞാൽ ഭഗവാൻ ക്ഷേത്രത്തിൽ നിന്നും പുറത്തു വരികയാണ്, അല്ലെ? ഒന്നുകിൽ ക്ഷേത്രത്തിന്റെ കോമ്പൗണ്ടിനകത്തോ അല്ലെങ്കിൽ ഗ്രാമാതിർത്തിക്കുള്ളിലോ ഉള്ള ഏതെങ്കിലും ഒരു ആൽച്ചുവട്ടിൽ വെച്ചിട്ടാണ്. പള്ളിവേട്ട എന്ന് പറഞ്ഞാൽ ഭഗവാൻ അമ്പെടുത്ത് ദുഷ്ടശക്തികളെ, തിന്മകളെ എല്ലാം നിഗ്രഹിക്കുന്നു എന്നുള്ള ഒരു സങ്കല്പമാണ്. അതിന് കാരണം ഈ ഉത്സവ സമയത്ത് ചൈതന്യം വളരെയധികം വർദ്ധിക്കുന്നുണ്ട്. ഭഗവാൻ വെളിയിലേക്ക് വരുമ്പോൾ ആ ഗ്രാമം മുഴുവൻ ഈ ചൈതന്യം പ്രസരിക്കും. ഭഗവാൻ വെളിയിൽ വന്നാൽ ആ ചൈതന്യം അത്രമാത്രമുണ്ട്, പ്രസരിക്കും. മാത്രമല്ല ആ ഗ്രാമത്തിന്റെ സംരക്ഷണയ്ക്കായി ഭഗവാൻ എല്ലാ തിന്മകളെയും ഇല്ലാതെയാക്കുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ ഭഗവാൻ വന്നാൽ പള്ളി ഉറക്കമാണ്, പള്ളിക്കുറുപ്പാണ്. അത് വളരെ നിശബ്ദമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പള്ളിവേട്ടയ്ക്ക് മുമ്പ് തന്നെ ക്ഷേത്രത്തിലെ എല്ലാ കലാപരിപാടികളും നിർത്തിവെക്കണം. എന്നിട്ട് ഭഗവാൻ വരുന്നു. നമ്മൾ കണ്ടിട്ടില്ലേ, ഭഗവാന് ചെറിയ മെത്ത, ചെറിയ തലേണ എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ടായിരിക്കും. പൂജയെല്ലാം കഴിഞ്ഞ് ഭഗവാന്റെ വിഗ്രഹം അതിൽ കിടത്തുന്നു. ചടങ്ങുകളെല്ലാം കഴിഞ്ഞു. പക്ഷേ ആചാര്യൻ മന്ത്രജപത്തോടുകൂടി ധ്യാന നിമഗ്നനായി അന്ന് രാത്രി ഉണർന്നിരിക്കണം, ഉറങ്ങാൻ പാടില്ല. ചേച്ചിക്ക് ആകെ വിഷമായി. പൂർണ്ണമായിട്ടും ഉറക്കളച്ചിരിക്കണം. കാരണം ഈ ചൈതന്യത്തെ നമ്മള് ജാഗ്രത അവസ്ഥ, സുഷുപ്തി എന്നൊക്കെ പറയില്ലേ, അതിൽ നിന്നും തുരിയ അവസ്ഥയിലേക്ക് ഉണർത്തുന്ന ഒരു തലമാണ്. ഞാൻ ആ ടെക്നിക്കാലിറ്റിയിലോട്ട് കടക്കുന്നില്ല, കാരണം എല്ലാവർക്കും അത് ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. കാരണം ഇതിനൊക്കെ താന്ത്രികമായിട്ടും നമ്മളുടെ ചക്രങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ധാരാളമുണ്ട്. അത് ഇവിടെ നമ്മൾ പറയുന്നില്ല. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഈ ആചാര്യൻ ആ സമയം മുഴുവൻ ഉറക്കളച്ചിരിക്കണം. മാത്രമല്ല ഒരു ചെറിയ ശബ്ദം പോലും പുറത്തു വരാൻ പാടില്ല ജപത്തിന്റെ. അത്രമാത്രം നിശബ്ദമായിരിക്കണം. ക്ഷേത്രം മുഴുവൻ നിശബ്ദമായിരിക്കണം. അടുത്ത ദിവസമാണ് ഭഗവാനെ ഉണർത്തിയതിന് ശേഷം നമ്മൾ ആറാട്ടിനായിട്ട് പോകുന്നത്. ഈ ആറാട്ട് എങ്ങനെ പോകണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ശരിക്കു പറഞ്ഞാൽ ആനപ്പുറത്ത് പോകുന്നത് ഒരു വിധിയല്ല, അത് പിന്നെ രാജാക്കന്മാർ അവരുടെ നല്ല ഗമയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. രഥം പോലെ ഉള്ളവയിൽ പോകാന്നാണ് പറയുന്നത്. അങ്ങനെ പോകുമ്പോൾ സകല വാദ്യഘോഷങ്ങളും വേണം. വീണ, മൃദംഗം, ഇടയ്ക്ക എല്ലാം വേണം. നല്ല താലപ്പൊലി ഏന്തിയ സ്ത്രീകള്, ഇങ്ങനെ എല്ലാം ഗംഭീരമായിട്ട് വേണം പോകാൻ. നാമജപങ്ങള്, വേദജപങ്ങളെല്ലാം. അവിടെ പോയി കഴിഞ്ഞാൽ എന്താണ് ചെയ്യുക? ഭഗവാൻ ആറാടും, അല്ലേ? എന്തുകൊണ്ടാണ് ഭഗവാൻ ഇവിടെ പോയി ആറാടുന്നത്? എവിടെയാണ് ഭഗവാൻ പൊതുവെ ആറാടുന്നത്? ക്ഷേത്രക്കുളത്തിലാണോ? ഒരിക്കലും ക്ഷേത്രക്കുളത്തിൽ ഭഗവാൻ ആറാടാറില്ല. ഒന്നുകില് തൊട്ട് വെളിയിലുള്ള ഏതെങ്കിലും ആ ഗ്രാമാതിർത്തിക്കുള്ളിലുള്ള ഏതെങ്കിലും ഒരു നദിയിലോ ഏതെങ്കിലും ഒരു കുളത്തിലോ ആയിരിക്കും ആറാടുക.
ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ മനസ്സിലാക്കിയാൽ മതി. ജലത്തിന്റെ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടില്ലേ, വാട്ടർ ഇസ് വെരി ഗുഡ് കണ്ടക്ടർ എന്ന് പറയാറില്ല. ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും, ലൈറ്റ് പാസ് ചെയ്യും. അതുകൊണ്ടാണല്ലോ ഈ മുങ്ങൽ വിദഗ്ധര് ലൈറ്റൊക്കെ വെച്ചുകൊണ്ട് വെള്ളത്തിൽ കൂടി പോകുന്നത്. അതുപോലെ തന്നെ ശബ്ദം, സൗണ്ട് പാസ് ചെയ്യും, ഇതെല്ലാം പാസ് ചെയ്യും. അപ്പൊ ജലത്തിന് എന്തൊരു ഊർജത്തിന്റെ ഫോമിനെയും അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇത് ജലത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഈ ഭഗവാന്റെ ശരീരത്തിലുള്ള ഊർജം ഭഗവാൻ ആറാടുമ്പോൾ എന്ത് ചെയ്യും? ജലം വലിച്ചെടുക്കും. അതുകൊണ്ടാണ് നമ്മളും ആ സമയത്ത് ചാടുന്നത് വെള്ളത്തിലേക്ക്. കാരണം ആ ഭഗവത് ചൈതന്യം നമ്മളിലേക്കും പ്രവേശിക്കും. സയന്റിഫിക് ആയിട്ട് പറയണമെന്ന് ആഗ്രഹം ചിലർക്ക് തോന്നുന്നത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ നമ്മളും ആ സമയം ആറാടുന്നു ഈ ചൈതന്യം. കാരണം ഇത് നമ്മളിപ്പോ ചൂടുള്ള സ്ഥലത്തിന്റെ അടുത്ത് പോയി നിന്നാൽ നമുക്കും ചൂട് വരില്ലേ? അത്രമാത്രം കാര്യമേ ഉള്ളൂ. നേരെ മറിച്ച് ഭഗവാൻ ക്ഷേത്രത്തിനുള്ളിലെ കുളത്തിലാണ് ആറാടുന്നതെങ്കിൽ അവിടെ ആർക്കേ കുളിക്കാൻ പറ്റൂ? തന്ത്രിക്ക് മേശാന്തിക്കല്ലേ പറ്റൂ. ആ ഗ്രാമത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും തന്റെ ചൈതന്യം എല്ലാവരിലേക്കും എത്തിക്കുകയാണ് ഭഗവാൻ. അപ്പൊ നമ്മൾ ദുബായിലാണെങ്കിലോ വിഷമിക്കണ്ട, ഈ ജലം ഭൂമിക്കടിയിലൂടെ ഒഴുകി സസ്യലതാദികളിലെല്ലാം എത്തുന്നുണ്ട്. അപ്പൊ അതാണ് ആറാടുന്നതിന്റെ ഒരു പ്രാധാന്യം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? ഭഗവാനെ മഞ്ഞൾപ്പൊടിയൊക്കെ തൂവും അല്ലേ? മഞ്ഞൾപ്പൊടി ആന്റിസെപ്റ്റിക് അല്ലേ? ഭഗവാന്റെ യാത്രാദോഷമൊക്കെ മാറാനാ. വെള്ളത്തിലൊക്കെ കുളിച്ച് നമ്മളൊക്കെ ഇത്രയും പേര് കുളിച്ചില്ലേ എന്റെ കൂടെ. അപ്പം ഇതെല്ലാം നമ്മൾക്ക് സിംബോളിക്കാ. ഭഗവാൻ അസുഖം വരുമോ എന്ന് ചിന്തിക്കരുതേ, ഇതെല്ലാം നമുക്കുള്ള സൂചനകളാണ് അല്ലേ? അപ്പം ഭഗവാനെ മഞ്ഞപ്പൊടി കൊണ്ട് അഭിഷേകം ചെയ്ത് തിരിച്ചു വന്ന ഒരു കലശമുണ്ട് യാത്രാദോഷം മാറാൻ. ഈ കലശവും കൂടെ കഴിഞ്ഞിട്ടാണ് പിന്നീട് എന്ത് കൊടിയിറങ്ങുന്നതൊക്കെ. അപ്പോൾ ആ കൃത്യമായിട്ടുള്ള ഒരു ചിട്ടയായിട്ടുള്ള രീതിയിൽ ഉത്സവത്തിന് ഒരു സംവിധാനമുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ട് നമുക്കിത് പിന്നെ ഓരോന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇതുപോലെ തന്നെയാണ് ക്ഷേത്രത്തില് വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നത്. ഞാൻ ധാരാളം വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്, കേട്ടിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഭഗവത് കാര്യങ്ങൾക്ക് പുനരുക്തി ദോഷമില്ല, എത്ര പ്രാവശ്യം വേണമെങ്കിലും പറയാം. അതായത് ഒരു ശില്പി ഒരു വിഗ്രഹം കൊണ്ടുവെക്കുകയാണ്, അപ്പൊ അതിന് ചൈതന്യം ഇല്ല. നമ്മൾ സയൻസുകാർ പറയും ഊർജം, നമ്മൾ പറയും ചൈതന്യം. അപ്പൊ അതിന് ചൈതന്യം ഒന്നും ഇല്ല. എന്തു ചെയ്യും? തന്ത്രി, വളരെ സാധനാബലമുള്ള ഒരു തന്ത്രി ഒരു കലശക്കുടം മുന്നിൽ വെച്ച്, അതിനു മുമ്പും ചില ചടങ്ങുകളൊക്കെ ഉണ്ട്, ഒരു കലശക്കുടം മുന്നിൽ വെച്ച് ദർഭയൊക്കെ ഇട്ട് മന്ത്രം ജപിക്കും. മന്ത്രം എന്ന് പറയുന്നതും സൗണ്ട് എനർജി അല്ലേ? എനർജിയുടെ ഒരു ഫോമാണ്. പക്ഷെ മന്ത്രത്തിന്റെ ഈ അക്ഷരക്കൂട്ടങ്ങൾക്ക് കൂടുതൽ ഊർജവും ചൈതന്യം ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ മുന്നിലിരിക്കുന്ന കുടത്തിലെ ജലം ഈ സൗണ്ട് എനർജി അല്ലെങ്കിൽ ഈ ഊർജത്തിനെ വലിച്ചെടുക്കും. ഈ ജലമാണ് വിഗ്രഹത്തിലേക്ക് അഭിഷേകം ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യും? വെള്ളത്തിന് ഊർജത്തിനെ റിലീസ് ചെയ്യാനുള്ള കപ്പാസിറ്റിയുമുണ്ട്. അപ്പൊ ആ വിഗ്രഹത്തിലേക്ക് ഈ ഒരു ചൈതന്യം വന്നു. തന്ത്രിയുടെ ചൈതന്യത്തിന്റെ പ്രാണന്റെ ഒരു ഭാഗമാണ് അതിലേക്ക് വരുന്നത് അല്ലേ? എന്റെ ഊർജമാണ് ശബ്ദ ഊർജമായിട്ട് വെളിയിൽ വരുന്നത്. അപ്പൊ വരും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ആ ദേവചൈതന്യത്തെ വർദ്ധിപ്പിക്കണം. അതുകൊണ്ട് മേൽശാന്തി നിരന്തരമായി മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ടേയിരിക്കും. അതെല്ലാം സൗണ്ട് എനർജിയാണ്. അപ്പൊ അതിലൂടെ ഊർജം വർദ്ധിക്കുകയാണ്, ചൈതന്യം വർദ്ധിക്കുകയാണ്. അതുകൊണ്ടാണ് മിക്കവാറും സ്ഥലങ്ങളിൽ, പേറ്റുമാനൂര് പോലെയുള്ള സ്ഥലങ്ങളിൽ മേൽശാന്തി പുറപ്പെടാശാന്തിയാണ്. മറ്റന്തരീക്ഷവുമായി കൂടി കലരരുത്, മറ്റ് കാര്യങ്ങളൊന്നും കേൾക്കരുത്, ഭാര്യ അല്ലെങ്കിൽ പുത്രന്മാർ ഒരു സംയോഗവും പാടില്ല. അദ്ദേഹം എന്ത് ചെയ്യണം? പൂർണ്ണമായിട്ടൊരു സാധകനായി അദ്ദേഹത്തിന് ശവശക്തി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റൂ? ഈ ചൈതന്യത്തിന് വർധനവുണ്ടാകൂ. അതുകൊണ്ട് തന്നെ ഈ ചൈതന്യം എത്രമാത്രം വർദ്ധിക്കുന്നു അതിനനുസരിച്ച് ഇത് ഈ നാട് മുഴുവൻ പരക്കും. അതുകൊണ്ടൊരു ക്ഷേത്രം വളരെ മോശപ്പെട്ട് കിടന്നാൽ ആ നാട്ടിലുള്ളവർക്ക് ദുരിതമായിരിക്കും. ക്ഷേത്രം എത്രമാത്രം അഭിവൃദ്ധി പ്രാപിക്കുന്നു നാട്ടിലുള്ളവർക്ക് എന്ത് പറ്റും? ചൈതന്യ വർധനവ് തീർച്ചയായിട്ടും ഉണ്ടാകും, യാതൊരു സംശയവും വേണ്ട. മാധവജി ക്ഷേത്ര ചൈതന്യ രഹസ്യത്തിൽ പറയുന്നു, എന്താണ് ക്ഷേത്രം? പല സ്ഥലങ്ങളിൽ കൂടെ ഒഴുകി നടക്കുന്ന ജലത്തിനെ ഒരൊറ്റ വഴിയിലേക്ക് തിരിച്ചുവിട്ട് അണക്കെട്ട് കെട്ടി അതിൽ നിന്നും നമ്മളെ ജലത്തിനെ കറക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. എന്നിട്ട് വൈദ്യുതി നമുക്ക് എല്ലാവർക്കും തരുന്നു.
ഇതുപോലെ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വര ചൈതന്യത്തെ ഒരു സ്ഥലത്തേക്ക്, വിഗ്രഹത്തിലേക്ക് ഫോക്കസ് ചെയ്യിക്കുന്നു, കേന്ദ്രീകരിക്കുന്നു. അതിനുശേഷം അത് എല്ലായിടത്തേക്കും പരക്കുന്നു. ശില്പം മാത്രമാണെങ്കിൽ പ്രയോജനമുണ്ടോ? നമ്മളിപ്പോ ഒരു യന്ത്രം കൊണ്ടുവച്ചു, അതിലേക്ക് വൈദ്യുതി കടത്തിവിട്ടാലല്ലേ അത് പ്രവർത്തിക്കൂ. അതുപോലെ തന്നെ ഈ ശില്പത്തിന് വിഗ്രഹമാകണമെങ്കിൽ ഈ ചൈതന്യം അതിലേക്ക് പ്രസരിക്കണം. ഇത് തന്നെയാണ് പുണ്യാഹത്തിന്റെ പ്രാധാന്യം. കരിക്കം വെള്ളത്തിലോ പനിനീര് വെള്ളത്തിലോ അല്ല ഉണ്ടാക്കുന്നത്, ജലത്തിലാണ്. പുലവാലായ്മയുള്ളപ്പോൾ നമ്മൾ ആരെയെങ്കിലും അയക്കും. അപ്പൊ എന്ത് ചെയ്യും? അവിടെയുള്ള മേൽശാന്തിയോ കീഴ്ശാന്തിയോ ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് എന്ത് ചെയ്യും? പുണ്യാഹ മന്ത്രമൊക്കെ ചൊല്ലും. ആ മന്ത്രം ചൊല്ലുമ്പോൾ ഇദ്ദേഹത്തിന്റെ സാധനാബലമാണ് ജലത്തിലേക്ക് വരുന്നത്. ജലം മന്ത്രപൂരിതമായി, ജലത്തിൽ ഒരു ചൈതന്യമുണ്ട്. അത് നമ്മൾ സേവിക്കുന്നു. സേവിക്കുന്നതും ശ്രദ്ധിക്കണം. തീർച്ചയായിട്ടും കൈയുടെ ഈ ഭാഗമില്ലേ, ഇവിടം വെച്ച് വേണം തീർത്ഥം സേവിക്കാൻ. ഒരിക്കലും ചിലരിങ്ങനെയൊക്കെ സേവിക്കുന്ന കാണാം. ഒരിക്കലും പാടില്ല. പിതൃകർമ്മങ്ങൾക്ക് മാത്രമേ വിരലിലൂടെ നമ്മൾ ജലം ഒഴുക്കി വിടത്തുള്ളൂ. ഈ രീതിയിൽ വേണം സേവിക്കാൻ. അത് ഓവിലെ അഭിഷേക ജലമാണെങ്കിലും കുഴപ്പമില്ല, നമ്മളുടെ തീർത്ഥജലമാണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഒരു കാര്യം, ക്ഷേത്രത്തിൽ ദർശനത്തിനായി വരുമ്പോൾ കിട്ടുന്ന പ്രസാദം ഒരിക്കലും തൊട്ട് കഴിഞ്ഞ് ബാക്കി ക്ഷേത്രത്തിൽ ഉപേക്ഷിച്ചിട്ട് പോകരുത്, തിരിച്ച് സമർപ്പിക്കരുത്. അത് നമുക്ക് തന്നതല്ലേ, അത് വീട്ടിൽ കൊണ്ടുപോയി ഒന്നുകിൽ കന്നിമൂലയിലോ വല്ലതും കുഴിയുണ്ടാക്കി നമ്മൾ ഇടുക, അല്ലെങ്കിൽ നടവാതിൽക്കല് കുഴിയുണ്ടാക്കി അതിലിടണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലൊരു ചൈതന്യമുണ്ട് അല്ലെ, അത് നമ്മളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. കാരണം ഇതെല്ലാം എനർജിയുടെ ട്രാൻസാക്ഷനാണ്. പക്ഷെ നമ്മളുടെ ആചാര്യന്മാർ എനർജി എന്ന് പറയുന്ന ഒരു പദം പറഞ്ഞില്ല, അതിനു പകരം ചൈതന്യം എന്ന് പറഞ്ഞു. കുംഭമേളയുടെ പ്രാധാന്യവും ഇത് തന്നെ. കുംഭമേളയ്ക്ക് ഏറ്റവും പ്രധാനം സ്നാനമാണ്. എല്ലാ ഋഷീശ്വരന്മാര് ഹിമാലയത്തിലെ വന്ന് നല്ല മുഹൂർത്തമുള്ള ഒരു സമയത്ത് ഋഷീശ്വരന്മാരെല്ലാം സ്നാനം ചെയ്യും. കുംഭമേള 4 സ്ഥലങ്ങളിലാണ് നടത്തുന്നത്. ഈ 4 സ്ഥലങ്ങളുടെ പേര് പറയുന്നതും നദികളുടെ പേര് ചേർത്താണ്. ഇവിടെ സ്നാനം ചെയ്യുമ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ഒരു ആഘോഷമാണ് കുംഭമേള. ഈ കുംഭമേളയിൽ പങ്കെടുക്കാൻ പോകുന്ന എല്ലാ ജനങ്ങളും ഇതിന്റെ കൂടെ സ്നാനം ചെയ്യും. ആ ഋഷീശ്വരന്മാര് ഇത്രയും കാലം ഉണ്ടാക്കിയ തപശക്തി മുഴുവൻ അവര് നമുക്കായി തരികയാണ്. അവര് സ്നാനം ചെയ്യുമ്പോൾ ഈ ജലത്തിലേക്ക് കലരും. എന്തുകൊണ്ടാണ് ഈ 4 നദികൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്? ഈ 4 നദികൾ തിരഞ്ഞെടുത്തതിന് കാരണം ഈ 4 നദികളോ അതിന്റെ കൈവഴികളോ ഭാരതം ഒട്ടുകൊഴുകുന്നുണ്ട്. അതുകൊണ്ട് ഈ ചൈതന്യം എന്നും നിലനിൽക്കും. അതുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഇത്രമാത്രം ശ്രമിച്ചിട്ടും നമ്മളെ പൂർണ്ണമായിട്ട് കീഴടക്കാൻ സാധിക്കാത്തത്. അതുകൊണ്ട് ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മുടെ ഒരു റെപ്ലിക്കയാണെന്ന് മനസ്സിലാക്കണം. അതിൽ പറയും, വിഗ്രഹം വെച്ചിരിക്കുന്ന ആ ഗർഭഗൃഹം എന്ന് പറയുന്നത് മുഖമാണ്. അത് കഴിഞ്ഞ് സപ്തമാതൃക്കളും ലോകപാലകരും ഒക്കെയുള്ള സ്ഥലമില്ലേ, അതെന്ന് പറയുന്നത് ഭഗവാന്റെ ശിരസ്സാണ്. വിഗ്രഹം ഇരിക്കുന്നത് ശിരസ്, സപ്തമാതൃക്കളും ലോകപാലകന്മാരും ഇരിക്കുന്നത് മുഖം. അത് കഴിഞ്ഞിട്ട് മണ്ഡപമില്ലേ, ജപിക്കുന്ന മണ്ഡപം, അത് കഴിഞ്ഞിട്ടല്ലേ, അതാണ് കഴുത്ത്. ഇങ്ങനെ ഓരോ ഭാഗമായിട്ട് വരും. വെളിയിലത്തെ പ്രദക്ഷിണ വഴി എന്ന് പറയുന്നതാണ് വയറ്. ഗോപുരം എന്ന് പറയുന്നത് ഭഗവാന്റെ പാദമാണ്. അതുകൊണ്ടാണ് നമ്മളതിൽ താന്ത്രിക വിധിപ്രകാരം അങ്ങനെയാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ആ രീതിയിൽ സങ്കല്പിച്ചാണ് ഈ താന്ത്രിക പൂജകൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ തൊട്ട് തലയിൽ വെച്ചിട്ട് കയറുന്നത്, ഭഗവാന്റെ പാദമായതുകൊണ്ടാണ്. നേരെ മറിച്ച് ഈ മതിലുകളെല്ലാം ഭഗവാന്റെ മുട്ടാണ്. ഈ രീതിയിൽ ഇതിന്റെ കോൺസെപ്റ്റ്, അവയവങ്ങളുടെ ആ പ്രപ്പോർഷൻ പോകും. ഒരു കാര്യം ആലോചിക്കുക, നമ്മളുടെ ശരീരത്തിലെ ഈ അവയവങ്ങൾ കൃത്യമായിട്ടുള്ള അനുപാതത്തിലല്ല എങ്കിൽ എന്ത് സംഭവിക്കും? ഇപ്പൊ കൈക്ക് വളരെയധികം നീളം കൂടുതലാണ്, എന്ത് ചെയ്യും? നമ്മൾ എങ്ങനെ കഴിക്കും അല്ലെ? മൂക്കിന് വളരെയധികം നീളം കൂടുതലാണോ? എല്ലാത്തിനും കൃത്യമായിട്ടുള്ള ഒരു പ്രപ്പോർഷനിലേ പറ്റൂ. ഇതുപോലെ തന്നെ ക്ഷേത്രത്തിൽ ഓരോന്നിനും, ഓരോ ബലിക്കല്ലിനും ഓരോന്നിനും സ്ഥാനമുണ്ട്. ഈ പ്രപ്പോർഷൻ മാറിയാൽ അതിന്റെ ദോഷം വളരെയധികം കൂടുതലായിരിക്കും. അതുകൊണ്ട് ഭക്തന്മാരുടെ സൗകര്യത്തിനനുസരിച്ച് ഈ ബലിക്കല്ലൊന്നും എടുത്ത് മാറ്റി വെക്കരുത്. ബലിക്കല്ല് മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പമുള്ള വഴി, നമുക്ക് ശിവക്ഷേത്രത്തിൽ പോയാലാണ് ആകെ കൺഫ്യൂഷൻ അല്ലേ. ഏത് കൂടെ പോണോ, അകത്തുകൂടെ പോണോ, വെളിയിൽ കൂടെ വരണോ? വളരെ സിമ്പിൾ ടെക്നിക്ക് പറഞ്ഞു തരാം. എങ്ങനെയൊക്കെ പോയാലും എല്ലാ നേരവും ബലിക്കല്ല് വലതുവശത്തായിരിക്കണം. ഇത് നോക്കിയാൽ മതി. അപ്പൊ ആദ്യം നമ്മൾ ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ നമ്മൾ
തൊട്ട് തലയിൽ വെച്ച് അകത്തേക്ക് കയറുന്നു. അത് കഴിഞ്ഞ് ആദ്യം ചെയ്യേണ്ടത് പ്രദക്ഷിണാണ്. അപ്പൊ ഗോപുരം വളരെ ഉയരത്തിൽ വെക്കും. തമിഴ്നാട്ടിലൊക്കെ കണ്ടിട്ടില്ലേ? കാരണം ഗോപുര ദർശനം കോടി പുണ്യം എന്നാണ് പറയുന്നത്. ഗോപുര ദർശനം കാണുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും? ഇവിടെ ഒരു ഭഗവാനുണ്ട്. ആ ഒരു നേരം ബസ്സിൽ ഇരുന്നിട്ടാണെങ്കിലും നമ്മൾ ഭഗവാനെ പറ്റി ഒന്ന് ചിന്തിക്കും. ആ ഗോപുരം ഭഗവാനെ പറ്റി ചിന്തിക്കാൻ ഒരു കാരണക്കാരൻ ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആ ഗോപുര ദർശനം കഴിഞ്ഞു, നേരെ അകത്തേക്ക് കയറി കൊടിമരം കാണുമ്പോൾ, അല്ലെങ്കിൽ അവിടെ കൊടിക്കൂറ കാണുമ്പോൾ കൊടിമരത്തിന്റെ മുകളിലുണ്ട് ഉള്ളിലിരിക്കുന്ന ദേവൻ ഏതാണെന്ന് നമുക്ക് മനസ്സിലാകും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? പ്രദക്ഷിണം വെക്കും. പ്രദക്ഷിണ ശാസ്ത്രത്തില് പ്രദക്ഷിണം എങ്ങനെ വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോഴേ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ നടപ്പാകുമെന്ന്. പക്ഷേ പറ്റുന്ന സമയത്ത് നമുക്ക് ചെയ്യാലോ, അറിഞ്ഞിരിക്കാമല്ലോ. പ്രദക്ഷിണം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, പ്രദക്ഷിണം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ദക്ഷിണ ഭാഗത്ത് കൂടെ നമ്മൾ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെ ചെയ്യണം? പ്രദക്ഷിണം എന്ന് പറയുന്നത് പൂർണ്ണ ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീ, ഇത് പ്രദക്ഷിണ ശാസ്ത്രത്തിൽ പറയുന്നതാണ്, ഒരു കുടത്തില് നിറയെ തുളുമ്പുന്ന രീതിയിൽ എണ്ണ എടുത്ത് തലയിൽ വെച്ചിട്ട് ഒരു തുള്ളി പോലും താഴെ പോകാതെ ശ്രദ്ധിച്ചെങ്ങനെ നടക്കുമോ അത്രമാത്രം പതുക്കെ നടക്കണം. നമ്മൾ ഈ അടിവെച്ച് നടക്കുന്നൊക്കെ കണ്ടിട്ടില്ലേ? ഏകദേശം ഇതാണ്. നാരദരെ പണ്ട് ഭഗവാൻ ടെസ്റ്റ് ചെയ്ത കാര്യമൊക്കെ നമുക്കറിയാമല്ലോ. അപ്പൊ ഈ രീതിയിൽ വേണം പ്രദക്ഷിണം വെക്കാൻ. ആ സമയത്ത് എന്ത് വേണം? ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലിക്കൊണ്ട് വേണം നമ്മൾ പ്രദക്ഷിണം വെക്കാൻ. പ്രദക്ഷിണം വെച്ചതിന് ശേഷം നമ്മൾ വീണ്ടും പടിയിൽ തൊട്ട് തലയിൽ വെച്ച് അകത്തേക്ക് കയറും. ആദ്യം ഭഗവാന്റെ വാഹനത്തിന് സെക്യൂരിറ്റിയുടെ അനുവാദം വാങ്ങിച്ചിട്ട് വേണ്ട അകത്തോട്ട് കയറാൻ. നമുക്കൊരു മര്യാദയുണ്ട് കാര്യങ്ങൾക്ക്. അപ്പൊ നമ്മൾ പറ്റുമെങ്കിൽ ആ ശ്ലോകമൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. നന്ദികേശ മഹാഭാഗ ശിവധ്യാന പരായണ, എല്ലായ്പ്പോഴും മഹാദേവനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ഗൗരി ശങ്കര സേവാർത്ഥം, ഗൗരിയെ ശങ്കരനെയും സേവിച്ചുകൊണ്ടിരിക്കുന്ന ആ നന്ദി ഭഗവാനായിക്കൊണ്ട് നമസ്കാരം എന്ന് നമ്മൾ പറയുകയാണ്. പക്ഷെ നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോഴോ നമുക്ക് മഹാദേവനെയാണ് ഇഷ്ടം, പക്ഷെ സകല ആൾക്കാരും ഇവിടെ ഉണ്ട്. അതാണ് പിന്നെ ചിലർക്ക് ബുദ്ധിമുട്ട്. അപ്പൊ എന്തിനാണ് അങ്ങനെ വെച്ചിരിക്കുന്നത്? അപ്പൊ നമ്മൾ ചോദിക്കും, ഈശ്വരനാകെ ഒന്നേയല്ലേ ഉള്ളൂ? ഈശ്വരൻ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നയാളല്ലേ? അപ്പൊ പിന്നെ എന്തിനാണ് ക്ഷേത്രം? ശരിക്കു പറഞ്ഞാല് ക്ഷേത്രം ഈശ്വരന് വേണ്ടിയിട്ടല്ല. ക്ഷേത്രം ആർക്ക് വേണ്ടിയാ? നമുക്ക് വേണ്ടിയിട്ടാണ്. ഇനി പ്രപഞ്ചം മുഴുവൻ ഈശ്വരൻ നിറഞ്ഞു നിൽക്കുന്നു എന്ന ഉറച്ച ബോധ്യമുള്ളവന് ക്ഷേത്രത്തിന്റെ ആവശ്യവും ഇല്ല. പക്ഷെ നമ്മൾ ആ തലത്തിൽ എത്തിയിട്ടുണ്ടോ? മാർക്കറ്റിലിരിക്കുമ്പോഴും ജോലിക്ക് പോകുമ്പോഴും എന്ത് വേണം? അമ്പലത്തിലിരിക്കുന്ന അതേ ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടാകുന്നുണ്ട് എങ്കിൽ ക്ഷേത്രത്തിൽ പോകണ്ട. പക്ഷെ അപ്പൊ ഒരു കാര്യം ചിന്തിക്കണം. ശങ്കരാചാര്യർ തന്റെ അവസാന കാലഘട്ടത്തിൽ 3 തെറ്റുകൾ ചെയ്തതായിട്ട് പറഞ്ഞു. എന്താണ് 3 തെറ്റുകൾ? അതിലൊന്ന്, ശങ്കരാചാര്യ ഓരോ ക്ഷേത്രങ്ങളിൽ പോയി അവിടെയുള്ള ദേവിയൊക്കെ സ്തുതിച്ചില്ലേ? ഈ ഓരോ വിഗ്രഹങ്ങളിലും ഞാൻ നിന്നെ കണ്ടു, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമാണ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞില്ല. അദ്വൈത സിദ്ധാന്തത്തിന്റെ വക്താവാണ് പറയുന്നത്. അദ്വൈത സിദ്ധാന്തം കണ്ടുപിടിച്ചയാളല്ല. സിദ്ധാന്തം പണ്ടേ ഉണ്ട്. ബൗദ്ധ മതം വന്നതോടുകൂടി കുറച്ചൊന്ന് ക്ഷീണിച്ചു, അതിനെ വീണ്ടെടുത്തതാണ്. എന്താണേലും ആ ഒരു തലത്തിൽ നമ്മൾ എത്തിയിട്ടില്ലാത്തത് കൊണ്ട് ക്ഷേത്രം വേണം. ഇനി ക്ഷേത്രത്തിൽ നടയിൽ പോയി നിന്നാൽ ആ ദേവനെ നമ്മൾ തൊഴണം. നേരെ ചെല്ലുമ്പോൾ ആദ്യം കാണുന്നത് ദീപമാണ്, അല്ലെ? പെട്ടെന്ന് കണ്ണു നോക്കുമ്പോൾ ദീപമാണ് കാണേണ്ടതും. ആദ്യം ദീപമാണ്. അതുകൊണ്ടാണ് മേൽപ്പത്തൂര് അഗ്രേ പശ്യാമി തേജോ, അല്ലെ? ആദ്യം കാണുന്നത് ആ തേജസ്, വിളക്കാണ് കാണുന്നത്. അത് കഴിഞ്ഞ് വേണം അത് കഴിഞ്ഞ് നമ്മൾ ആ ഭഗവാനെ കാണും. ഭഗവാനെ കാണുമ്പോൾ കൈകൂപ്പി തൊഴണം. കാരാംബുജം കോരക താമുപൈതു, താമരമൊട്ടുപോലെ പിടിക്കണം. ഈ 5 വിരലുകൾ എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇത് മുകളിലേക്ക് പിടിക്കുമ്പോൾ നമുക്കെല്ലാം ഊർധ്വഗതിയാണ് വേണ്ടത്. അത് ഹൃദയത്തോട് ചേർക്കണം. ഭഗവാൻ പറയുന്നില്ലേ, ഹൃദയശേ അർജുന തിഷ്ഠതി, അല്ലെ? ഈശ്വര സർവഭൂതാനാം, ഈശ്വരൻ എല്ലാ ഭൂതങ്ങളിലും ഹൃദയത്തിൽ വസിക്കുന്നു. അപ്പൊ ഈ പഞ്ചഭൂതങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? ആ പഞ്ചഭൂതങ്ങൾക്ക് ഊർധ്വഗതി ഉണ്ടാകാൻ നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് വേണം പ്രാർത്ഥിക്കാൻ. ആ ഭഗവാനെ കാണുമ്പോൾ ആ രൂപം നമ്മൾ കാണുക, ഭഗവാന്റെ ധ്യാന ശ്ലോകങ്ങൾ ചൊല്ലുക. അത് കഴിഞ്ഞ് കണ്ണടച്ച ആ ഭഗവാനെ നമ്മൾ ഉള്ളിൽ കാണുക. അപ്പൊ ബാക്കിയുള്ള ദേവന്മാരെ കാണണോ? എനിക്ക് മഹാദേവനെയാ ഇഷ്ടം. എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ പ്രധാന ദേവനെ കണ്ടു, പക്ഷെ എല്ലാ ദേവന്മാരിലും ഉള്ളത് ഒരാളാണ് എന്നുള്ള മനോഭാവം വരണം. എന്നാ ഒരു ദേവൻ പോരെ,
മഹാദേവൻ മാത്രം പോരെ? എന്തിനാ ഇത്രയും ദേവന്മാര്? അതും ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ. ഓരോ മനുഷ്യനും സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം മാറിയിരിക്കും. ചിലർക്ക് ഭദ്രകാളിയായിരിക്കും ഇഷ്ടം, അല്ലെ? ചിലർക്ക് ശിവനെ, മഹാദേവനെ ആയിരിക്കും ഇഷ്ടം. ഓരോരുത്തർക്ക് അവരുടെ ഗുണവും സ്വഭാവവും അനുസരിച്ചാണ് ദേവതകളെ ഇഷ്ടം. അപ്പൊ അതിനനുസരിച്ച് ആരെ വേണേലും ഉപാസിച്ചോളൂ, ലക്ഷ്യം ഒന്ന് തന്നെ. പക്ഷെ നമുക്കൊരു രൂപം വേണം. രൂപമില്ലാതെ പ്രാർത്ഥിക്കാൻ പറ്റില്ല. വേദത്തില് ഇപ്പൊ ഗംഗാദേവിക്കോ യമുനാദേവിക്കോ രൂപം പറയുന്നില്ല. പക്ഷേ ശങ്കരാചാര്യൻ തർക്കത്തിലൂടെ സമർത്ഥിച്ചു, നമുക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ എന്ത് വേണം? രൂപം വേണം. അതിന് ഗംഗാദേവിക്ക് ഒരു സ്ത്രീയുടെ രൂപമൊക്കെ കൊടുത്തു. എന്തിനു വേണ്ടിയിട്ട്? നമ്മളൊരു കുഞ്ഞിനെ ആദ്യം സ്കൂളിൽ കൊണ്ടുവിടുകയാണ്, LKG. ടീച്ചർ 1 2 3 എന്നൊന്നും പറഞ്ഞാൽ കുഞ്ഞിന് മനസ്സിലാകത്തില്ല. ടീച്ചർ എന്ത് ചെയ്യും? ഒരു ആപ്പിൾ എടുത്ത് പിടിക്കും, അത് 1 2 ആപ്പിൾ പിടിക്കും, 3, ഇങ്ങനെ ഓരോ സാധനങ്ങൾ എടുത്ത് പഠിപ്പിക്കും. അത് കുറേ പഠിപ്പിച്ച് ആ കുട്ടിയുടെ ഹൃദയത്തിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ 1 2 3 പറയുമ്പോൾ ഈ ആപ്പിളിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? പിന്നെ അതിനെ കളയാം. അതുപോലെ ആ ഈശ്വരൻ എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്നു, ഇതെന്താണെന്നുള്ള തത്വം മനസ്സിലായി കഴിഞ്ഞ തലത്തിലെത്തിയാൽ പിന്നെ നമുക്ക് ക്ഷേത്രത്തിന്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ അതുവരെ നമുക്ക് എന്ത് വേണം? ഈ ക്ഷേത്ര ദർശനം എന്ന് പറയുന്നത് വളരെ ആവശ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ ശിവക്ഷേത്രത്തിൽ എന്തുകൊണ്ട് പകുതി പ്രദക്ഷിണം വെക്കുന്നു? ശിവക്ഷേത്രത്തില് സാധാരണ മാധവജി പറയും, ക്ഷേത്ര ചൈതന്യ രഹസ്യം എന്ന് പറയുന്ന ബുക്കിൽ പറയും, താന്ത്രിക വിധി പ്രകാരം മഹാദേവനാണ് ഏറ്റവും ടോപ്പിലുള്ളതെന്നൊക്കെ പറയാമോന്ന് അറിയത്തില്ല, ഉന്നതിയിൽ നിൽക്കുന്ന ഭഗവാൻ. അത് കഴിഞ്ഞാൽ ഒന്നുമില്ല, പ്രപഞ്ചവും നത്തിങ് എക്സിസ്റ്റ് ദെയർ എന്ന് പറയും. അപ്പൊ അതുകൊണ്ട് നമ്മൾ അവിടം വരെ ചെല്ലുകയാണ്. ഓവ് വരെ ചെല്ലുമ്പോൾ അത് ഗംഗയല്ലേ? സാധാരണ ഗംഗയെ കടക്കാൻ പാടില്ല എന്ന് പറയും. ഭഗവാന്റെ ശിരസിലല്ലേ ഗംഗ? അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. അപ്പൊ നമ്മൾ പറയുകയാണ്, ഭഗവാനെ, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന നിന്നെ അങ്ങനെയുള്ള ഒരാളെ പ്രദക്ഷിണം വെക്കാൻ പറ്റുമോ? എവിടെയെങ്കിലും ക്ലോസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരാളെ അല്ലേ പ്രദക്ഷിണം വെക്കാൻ സാധിക്കും, അല്ലേ? നമ്മളിങ്ങനെ ഓടി നടന്നുകൊണ്ടിരുന്ന നമ്മുടെ കുട്ടികൾക്ക് നമ്മളെ പ്രദക്ഷിണം വെക്കാൻ പറ്റുമോ? പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനെ പ്രദക്ഷിണം വെക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ ആ ഓവിന്റെ അവിടെ വരെ എത്തിയിട്ട് നമ്മൾ ഭഗവാനോട് നമ്മളുടെ നിസ്സഹായത മനസ്സിലായി, ഞാൻ തിരിച്ചു പോരുകയാണ് എന്ന് പറഞ്ഞ് ബാക്കിയുള്ള ദേവന്മാരെ നമ്മൾ തിരിച്ച് വന്ന് പ്രദക്ഷിണം വെക്കും. ഇപ്പൊ സോമസൂത്രം ന ലംഘയേതെന്നൊക്കെ പറയും. അപ്പൊ നമ്മൾ തിരിച്ച് മറുവശത്ത് ചെല്ലുമ്പം അവിടെ ഒരു ശിവലിംഗം വെച്ചിട്ടില്ലേ ഓവിന്റെ അടുക്കല്, അല്ലേ? അദ്ദേഹത്തിന്റെ പേര് നിർമാല്യധാരി എന്നാണ്. ഓരോ ക്ഷേത്രത്തിലെ ദേവൻ എങ്ങനെയാണോ അതിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ഇപ്പൊ മഹാദേവനാണെങ്കിൽ ചണ്ഡസേനൻ എന്ന് പറയും. ഇദ്ദേഹം ആരാണ്? ഭഗവാന്റെ നമ്മൾ നിവേദിച്ചില്ലേ, ഈ നിവേദ്യം ആദ്യം കഴിക്കാനുള്ള അവകാശമുള്ളയാളാണ്. ഭഗവാന്റെ ഉച്ഛിഷ്ടം ആദ്യം കഴിക്കുന്നയാൾ. അതിനെന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാല് മേൽശാന്തി പക്ഷെ നടയൊക്കെ മണിയൊക്കെ അടിച്ച് നിവേദ്യം പൂർത്തിയാക്കി അകത്തേക്ക് കയറുന്നത് കാണാം. അത് കഴിഞ്ഞിട്ടാണ് നിവേദ്യം പൂർത്തിയാക്കുന്നത്. പിന്നെ ഇറങ്ങി വന്ന് നിർമാല്യധാരിക്ക് കൊടുക്കുന്നത് നമ്മൾ കാണുന്നില്ല. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിവേദ്യം ഭഗവാനുള്ളത് പൂർത്തിയാക്കിയിട്ട്, ഇത് വടക്കുവശത്തല്ലേ നിർമാല്യധാരി ഇരിക്കുക, അപ്പൊ ആ ഭഗവാന്റെ പീഠത്തില് വടക്കുവശത്ത് ഈ പ്രസാദത്തിന്റെ കുറച്ച് ഭാഗം എടുത്തു വെച്ചിട്ട് ഓം പ്രാണായ സ്വാഹ എന്നുള്ള പഞ്ചപ്രാണാഹൂതി പ്രകാരം നിർമാല്യധാരിക്ക് നിവേദിക്കും. അതുകൊണ്ട് ഇവരെല്ലാം വെളിയിലുള്ള ബലിക്കല്ലിനെ എന്ത് ചെയ്യണം? മുഴുവനായിട്ട് പ്രദക്ഷിണം വെച്ച് വേണം പോകാൻ. പ്രദക്ഷിണ ശാസ്ത്രത്തിൽ പറയുന്നു, ഏറ്റവും അകത്ത് പ്രദക്ഷിണം വെക്കുന്നതിന്റെ 2 ഇരട്ടി ഫലമാണ് വെളിയിൽ പ്രദക്ഷിണം വെക്കുന്നത്. വെളിയിൽ പ്രദക്ഷിണം വെക്കുന്നതിന്റെ 4 5 ഇരട്ടിയാണ് ഈ ക്ഷേത്രത്തിന്റെ വെളിയിൽ കൂടി പ്രദക്ഷിണം വെക്കുന്നത്. ക്ഷേത്രം നിൽക്കുന്ന നാടിനെ പ്രദക്ഷിണം വെക്കുന്നത് വീണ്ടും 8 ഇരട്ടി 10 ഇരട്ടി നമുക്ക് പുണ്യം ലഭിക്കും. അതിന് കാരണം പണ്ട് കാലങ്ങളില് ക്ഷേത്രത്തിനെ കേന്ദ്രീകരിച്ചാണ് ഗ്രാമങ്ങളും പട്ടണങ്ങളും എല്ലാം രൂപീകരിച്ചിരുന്നത്. മധുരയിലൊക്കെ പോയി നോക്കിയാൽ അറിയാം, ഓരോരോ വഴികൾ എല്ലാം അവസാനം ക്ഷേത്രത്തിലാണ് വന്ന് അവസാനിക്കുന്നത്. വളരെ പൗരാണികമായിട്ടുള്ള കാലം തൊട്ട് ഈ ക്ഷേത്രം എന്ന് പറയുന്നതുണ്ട്. കാരണം നമ്മൾ ശ്രീരാമൻ വിഗ്രഹപ്രതിഷ്ഠ നടത്തിയതും രുക്മിണി സ്വയംവര സമയത്ത് രുക്മിണി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതും എല്ലാം കണ്ടിട്ടുണ്ട്, അല്ലെ? അപ്പൊ അതുകൊണ്ട് ക്ഷേത്രം എന്നുള്ളത് വളരെ പ്രാചീനമായ കാലം തൊട്ട് ആചാര്യന്മാര് നമുക്ക് തന്നിട്ടുള്ളതാണ്. അപ്പൊ ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട 1 2 കാര്യങ്ങൾ അതുകൂടി പറയാം. അത് ആദ്യം പറയേണ്ടതായിരുന്നു, പറഞ്ഞു വന്നപ്പോ അങ്ങനെ പറഞ്ഞു പോയി.
എന്തൊക്കെ തരത്തിലുള്ള ശുദ്ധി വേണം? ശരിക്കും പറഞ്ഞാൽ ആദ്യം വേണ്ടത് മനഃശുദ്ധിയാണ്. ക്ഷേത്രത്തിലേക്ക് വരാൻ പോവുകയാണെന്നൊന്നും മെന്റലി നമ്മൾ പ്രിപ്പയർഡ് ആകണം. അത് കഴിഞ്ഞ് ഇന്ദ്രിയ ശുദ്ധി പറയും, ശരീരശുദ്ധി പറയും. ശരീരശുദ്ധി നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? നല്ല വൃത്തിയായിട്ട് കുളിക്കുക. അത് കഴിഞ്ഞ് ആദ്യം ആഗ്നേയധാരണം, വിഭൂതി, അഗ്നിയിൽ നിന്നുണ്ടാകുന്നതല്ലേ, അപ്പൊ ആഗ്നേയധാരണം ചെയ്യുക, വിഭൂതി തൊടുക. ശുഭ്രവസ്ത്രമൊക്കെ ആയിരിക്കണം, പുതുത് വേണമെന്നൊന്നുമില്ല, കോടിയായാലും അലക്കിയതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇന്ദ്രിയ ശുദ്ധിയുണ്ട്. കണ്ണു, മൂക്ക്, നാക്ക്, തൊക്ക്, ചെവി. അതെങ്ങനെയാണ്? നമ്മൾ ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ കണ്ണുകൊണ്ട് നല്ലത് കാണും. അതിനാണ് ധാരാളം വിളക്കുകൾ വെച്ചിരിക്കുന്നത്. ഇവിടെ പട്ടുവസ്ത്രങ്ങളൊക്കെ കൊണ്ട് അലങ്കരിക്കും, നല്ല നല്ല പൂക്കള്. ഇതെല്ലാം കണ്ണിന് മനോഹാരിത നൽകുന്നതാണ്. അപ്പൊ കണ്ണ്. മൂക്കോ? നല്ല സുഗന്ധദ്രവ്യങ്ങളൊക്കെ കാണും, കർപ്പൂരം, ചന്ദനത്തിരി, ഇതെല്ലാം കാണും. അപ്പൊ വേറെ ദുർഗന്ധം ഒന്നും അടിക്കത്തില്ല, ശരിയല്ലേ? കൊട്ടുന്ന എന്തുകൊണ്ടാ? തന്ത്രിയൊക്കെ പൂജ ചെയ്യുമ്പോൾ വളരെ ഒച്ചത്തിൽ കൂട്ടും. അപ്പൊ നമ്മൾ വിചാരിച്ചു തന്ത്രിക്ക് കോൺസെൻട്രേഷൻ കിട്ടത്തില്ലോ. അങ്ങനെയല്ല, നമ്മൾ അവിടെ ചുറ്റും നിന്ന് വർത്തമാനം പറയും. അതൊന്നും അദ്ദേഹത്തിന്റെ ചെവിയിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊട്ടുന്നത്. കൊട്ടുമ്പോ അവര് പറയും കൂടുതലായിട്ട് ശ്രദ്ധ കൂടുതൽ കിട്ടും. ഇപ്പൊ കണ്ണായി, മൂക്കായി, നാക്കുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മള് നാമം ജപിക്കണം ക്ഷേത്രത്തിൽ വന്നാല്. ത്വക്ക്, പാദങ്ങൾ വളരെ പതുക്കെ മൃദുലമായിട്ടുള്ള പാദങ്ങളോടുകൂടി നമ്മൾ പ്രദക്ഷിണം വെക്കുക. ചെവി, നമ്മൾ നാമം ജപിക്കുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ചെവി അത് കേൾക്കും. ഇതുപോലെ ഇന്ദ്രിയ ശുദ്ധിയും കൂടെ ഉണ്ടാക്കിയിട്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവുള്ളൂ? ക്ഷേത്രത്തിലേക്ക് വരാവുള്ളൂ. ക്ഷേത്രഭൂമിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ക്ഷേത്ര സങ്കേതത്തില്, ഈ സങ്കേതത്തില് ചൈതന്യം കൂടുതലാണ്. അതുകൊണ്ട് എത്ര സമയം നമുക്കിവിടെ ചെലവഴിക്കാൻ സാധിക്കുമോ അത്ര സമയം ചെലവഴിക്കുക. അത് കഴിഞ്ഞിട്ട് ഈ പറയുന്നത് പോലെ പ്രസാദം എല്ലാം മേടിച്ച് അതിവിടെ ഇട്ടിട്ട് പോകാതെ എന്ത് ചെയ്യണം? അത് നമ്മൾ വീട്ടിലേക്ക് ശാന്തമായി കൊണ്ടുപോവുക. ഏകദേശം ഒരു ധാരണ ഉത്സവങ്ങളെ പറ്റി. 2 തരത്തിലുള്ള ഉത്സവമാണ് പറഞ്ഞത്. ഒന്ന് വളരെ ആഘോഷപൂർവ്വം ചെയ്യുന്നത്, വ്രതാനുഷ്ഠാനത്തോടുകൂടി ചെയ്യുന്നത്. നവരാത്രി ഈ 2 കാറ്റഗറിയിലും പെടുന്നു പറഞ്ഞു. നവരാത്രിയുടെ മഹിമ ഒരു ഉത്സവം എന്നുള്ള രീതിയിൽ എന്താണ് പറഞ്ഞു. ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ പ്രാധാന്യം. ഇതിൽ നിന്നെല്ലാം നമ്മൾ അവസാനമായി മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മുടെ ഋഷീശ്വരന്മാർ അപ്രസക്തമായ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. വസ്ത്രങ്ങൾ പോലും, അതും കൂടെ പറയാം, വസ്ത്രങ്ങൾ പോലും നോക്കുക. സരസ്വതി ദേവിയുടെ വസ്ത്രം എങ്ങനെയാണ്? വെള്ളയാണ് അല്ലെ? ബാക്കി എല്ലാ ദേവിമാരും നല്ല സ്ത്രീകളോട് നല്ല ഒരുങ്ങി കമ്മല്, കാത്, എല്ലാം ഇട്ടേ ഇരിക്കാവൂ പറയും ആചാര്യന്മാര്. കാരണം ഇതിനൊക്കെ സിഗ്നിഫിക്കൻസ് ഉണ്ട്. കാതെന്ന് പറഞ്ഞാൽ കാതിലെല്ലാം സ്വർണ്ണം ഇടണം. സ്വർണത്തിന് എന്താന്ന് വെച്ചാല് ഹീറ്റ്, ചൂടിനെ വെളിയിലേക്ക് കളയാനുള്ള കഴിവുണ്ട്. അതുപോലെ വെള്ളിക്ക് ചൂടിനെ നിലനിർത്താൻ, റീറ്റെയിൻ ചെയ്യാനുള്ള കഴിവുണ്ട്. കാല് തണുത്ത് കഴിയുമ്പോഴല്ലേ നമ്മൾ മരിച്ചു എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ കാലിന് തണുപ്പ് കൂടിയാൽ. പാദത്തിലൊക്കെ വെള്ളി ഇടണം എന്ന് പറയുന്നതാണ്, ചൂട് നിൽക്കണം. അരയ്ക്ക് താഴ്പോട്ട് ഒരിക്കലും നമ്മൾ വെള്ളി ഇടാൻ പാടില്ല പറയും. സ്വർണ്ണ ആഭരണങ്ങൾ കഴുത്തില്, വിരലില്, കാതിലൊക്കെ ഇടണം എന്ന് പറയുന്നതാണ്. സ്ത്രീകൾ കഴിവതും കുറച്ചുകൂടെ ഒരു ശാരീരികമായിട്ട് ദുർബലരായതുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കാൻ വരരുത്. പൊതുവെ ഉള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. ദുർബലരായതുകൊണ്ട് ആ ശക്തി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നന്നായിട്ട് ഈ എന്ന് വെച്ച് കഴിഞ്ഞാല് വളരെയധികം ആഭരണമൊക്കെ ധരിച്ചുകൊണ്ട് വരണം എന്നല്ല, അത്യാവശ്യം ഈ രീതിയിലുള്ള ആഭരണങ്ങളൊക്കെ ധരിക്കണം. അതുപോലെ തന്നെ സ്ത്രീകൾ എന്നും മംഗളസ്വരൂപിണികളായിട്ട് നടക്കണം എന്നാണ് പറയുന്നത്. അത്യാവശ്യം നല്ലതുപോലെ വൃത്തിയായിട്ട് ഒരുങ്ങി നടക്കണം. നമ്മുടെ ദേവിമാരെല്ലാം അങ്ങനെയല്ലേ? കുറച്ചു കുറവുള്ളത് സരസ്വതി ദേവിക്ക് വെള്ള പട്ടുസാരി, ബാക്കിയെല്ലാം നല്ല കളർഫുള്ളാ. വെള്ള എന്തിനെ സൂചിപ്പിക്കുന്ന? അറിവായതുകൊണ്ടാണ്. നന്മ, മഞ്ഞിന്റെ പോലെ ഹിമാലയത്തിന്റെ തൂവെള്ള ആ ഒരു അറിവ് വേണം, നന്മ നിറഞ്ഞതായിരിക്കണം. അതായത് ഇത് മുഴുവൻ സൂചനകളാണ്. ഈ സൂചനകൾ നമ്മൾ മനസ്സിലാക്കി ഋഷീശ്വരന്മാർ അപ്രസക്തമായിട്ടുള്ള ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി നമുക്കില്ലാത്തത് കൊണ്ടാണെന്ന് മനസ്സിലാക്കി ഇതിനുള്ളിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ട് എന്ന് മനസ്സിലാക്കി ആചരിക്കാനുള്ള മനസ്സ് കാണിക്കുക. പറഞ്ഞ എല്ലാ വാക്കുകളും ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. എന്നെ ക്ഷമയോടെ ശ്രവിച്ച എല്ലാ സജ്ജനങ്ങളുടെയും പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് എന്നെ വീണ്ടും വീണ്ടും പാവക്കുളത്തപ്പന്റെ അടുക്കലേക്ക് ക്ഷണിക്കുന്ന എല്ലാ ഭാരവാഹികൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.